ഏവർക്കും കല്ലാദനി ന്യൂസിലേക്ക് സ്വാഗതം. 8 മുൻ ഇന്ത്യൻ നാവികസേനാംഗങ്ങളെ മോചിപ്പിച്ചതിന് ഖത്തർ അമീർ ഷെയ്ഖ് തമീം ബിൻ ഹമദ് അൽത്താനിയോട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വ്യാഴാഴ്ച നന്ദി പറഞ്ഞു. ഉഭയകക്ഷി യോഗത്തിൽ അവർ നാട്ടിലേക്ക് മടങ്ങിയതിൽ ഇന്ത്യ സന്തുഷ്ടരാണെന്ന് പറഞ്ഞു. ദോഹയിലെ തൻ്റെ യോഗങ്ങളിൽ പശ്ചിമേഷ്യയിൽ നടന്നുകൊണ്ടിരിക്കുന്ന സംഘർഷങ്ങളെക്കുറിച്ചും മോദി ചർച്ച ചെയ്തു. മേഖലയിലും അതിനപ്പുറവും സമാധാനവും സ്ഥിരതയും ഉയർത്തിപ്പിടിക്കേണ്ടതിൻ്റെ ആവശ്യകത ഊന്നിപ്പറഞ്ഞു. ഇന്ത്യ ഖത്തർ ബന്ധങ്ങളുടെ മുഴുവൻ ശ്രേണിയും ഞങ്ങൾ അവലോകനം ചെയ്യുകയും വിവിധ മേഖലകളിലെ സഹകരണം ആഴത്തിലാക്കുന്നതിനുള്ള വഴികൾ ചർച്ച ചെയ്യുകയും ചെയ്തു. നമ്മുടെ ഗൃഹത്തിന് ഗുണം ചെയ്യുന്ന ഭാവി മേഖലകളിൽ സഹകരിക്കാൻ നമ്മുടെ രാജ്യങ്ങൾ ഉറ്റുനോക്കുന്നു. കൂടിക്കാഴ്ചയ്ക്ക് ശേഷം എക്സിൽ ഒരു പോസ്റ്റിൽ മോദി പറഞ്ഞു, തൻ്റെ സന്ദർശനം ഇന്ത്യ ഖത്തർ സൗഹൃദത്തിന് പുതിയ ഊർജം പകരുന്നതായി കൂട്ടിച്ചേർത്തു. വ്യാപാരം, നിക്ഷേപം, സാങ്കേതിക വിദ്യ, സംസ്കാരം എന്നിവയുമായി ബന്ധപ്പെട്ട സുപ്രധാന മേഖലകളിൽ സഹകരണം വർദ്ധിപ്പിക്കാൻ ഇന്ത്യ ആഗ്രഹിക്കുന്നു, അദ്ദേഹം പറഞ്ഞു. ഗാസയിലെ സ്ഥിതി ഉൾപ്പെടെ പ്രാദേശിക ആഗോള വിഷയങ്ങൾ ഇരു നേതാക്കളും ചർച്ച ചെയ്തു. 8 ഇന്ത്യൻ പൗരന്മാർക്ക് ഖത്തർ കോടതി വധശിക്ഷ വിധിച്ചെങ്കിലും പിന്നീട് തടവ് ശിക്ഷയായി ഇളവ് ചെയ്തു. തൻ്റെ ദ്വിരാഷ്ട്ര ഗൾഫ് പര്യടനത്തിനായി പുറപ്പെടുന്നതിന് മുമ്പ് തന്നെ ഖത്തർ എല്ലാവരെയും മോചിപ്പിച്ച് നാട്ടിലേക്ക് മടങ്ങാൻ അനുവദിച്ചതിലും അമീറിൻ്റെ പങ്കിനെ അഭിനന്ദിച്ചതായും ഇന്ത്യൻ സർക്കാർ പ്രഖ്യാപിച്ചു. ഖത്തറിലെ 8 ലക്ഷത്തിലധികം വരുന്ന ഇന്ത്യൻ സമൂഹത്തെ പരിചരിച്ചതിന് പ്രധാനമന്ത്രി അമീറിനോട് നന്ദി പറയുകയും ഖത്തറുമായുള്ള ഉഭയകക്ഷി സഹകരണം കൂടുതൽ വിപുലീകരിക്കാനും ആഴത്തിലാക്കാനുമുള്ള ഇന്ത്യയുടെ പ്രതിജ്ഞാബദ്ധത അറിയിക്കുകയും ചെയ്തു, ഇന്ത്യൻ സർക്കാർ പ്രസ്താവനയിൽ പറഞ്ഞു. പ്രധാനമന്ത്രിയുടെ വികാരങ്ങൾക്ക് അമീർ മറുപടി നൽകുകയും ഗൾഫ് മേഖലയിലെ മൂല്യവത്തായ പങ്കാളി എന്ന നിലയിൽ ഇന്ത്യയുടെ പങ്കിനെ അഭിനന്ദിക്കുകയും ചെയ്തു. ഖത്തറിൻ്റെ വികസനത്തിൽ ഊർജ്ജസ്വലരായ ഇന്ത്യൻ സമൂഹത്തിൻ്റെ സംഭാവനകളെയും ഖത്തറിൽ നടക്കുന്ന വിവിധ രാജ്യാന്തര പരിപാടികളിലെ ആവേശകരമായ പങ്കാളിത്തത്തെയും അമീർ അഭിനന്ദിച്ചു. പരസ്പര വിശ്വാസത്തിൻ്റെയും സഹകരണത്തിൻ്റെയും പ്രതീകമായ ഇന്ത്യയും ഖത്തറും അചഞ്ചലമായ ബന്ധമാണ് പങ്കിടുന്നതെന്ന് സ്ഥിരീകരിച്ച മോദി ഫാദർ അമീർ ഹമദ് ബിൻ ഖലീഫ അൽത്താനിയെയും ദോഹയിൽ കണ്ടു. ന്യൂസ് ഡെസ്ക് കല്ലാദനി ന്യൂസ്.